നിങ്ങൾ കളി കാണുന്നതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരരുത് എന്ന് പറയുന്നതിനകത്ത് യുക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രവുമല്ല, നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട ടീമിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലും ആകാം. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾ ചിലപ്പോൾ നൗഫൽ കളി കാണാൻ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക താരം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരം കളിക്കുന്നുണ്ടാവാം. അജിംസ് ഒരു ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ആ ടീമിൻ്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറഞ്ഞ ഒരു പ്ലേയിലെ ആ മനോഹരമായ കളിയഴക് കണ്ടിട്ടാവാം. ഒരാൾക്ക് ചിലപ്പോൾ മറ്റൊരു ഭൂഖണ്ഡത്തോടുള്ള പ്രണയം കൊണ്ടാവാം, മറ്റൊരാൾക്ക് ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സിനോടുള്ള അനുഭാവം കൊണ്ടാവാം. ഏത് കാരണം കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമിനെ തിരഞ്ഞെടുക്കാം. അല്ലാതെ ഇപ്പോൾ ഇവിടെ കോടാനുകോടി മനുഷ്യർ വേൾഡ് കപ്പ് കാണുന്നുണ്ട്. അവരെല്ലാവരും അതിൽ ആളുകൾക്ക് പരിമിതമായ ജ്ഞാനം വെച്ച് കാണുന്നവരുണ്ട്. അതായത് 2 ടീമുകൾ ഏതാണ്, കളിക്കുന്നവരെന്താണ്, അതിൽ ഓഫ് സൈഡ് എന്താണ് എന്ന് വെച്ചാൽ മിനിമം ലെവൽ കളി കാണുന്ന ആൾക്കാരില്ലേ എന്നത് മുതൽ വളരെ ആഴത്തിൽ കളി മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇഷ്ടപ്പെട്ട ടീമിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാവരും കളിയഴക് മാത്രം കണ്ട് സ്നേഹിക്കണമെന്ന് പറഞ്ഞ യുക്തിയില്ല. ഒരു ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഇഷ്ട ടീമുകൾ ഉണ്ടാകാം. ഇപ്പം സെനഗലിനോട് നമ്മൾ ഒരു കാലത്ത് വല്ലാതെ അണ്ടർ ഡോഗ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കേപ്പ് വർദ്ധേന് ഇപ്രാവശ്യം ആളുകൾ പെട്ടെന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയും ടൂർണമെന്റിൽ നടന്നു പോകവേ പുതിയ ടീമുകൾ ഉണ്ടാകും. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടീമിൻ്റെ കളിയുടെ ഒരു ശാസ്ത്രത്തെ ഇഷ്ടപ്പെട്ട് ആ ടീമിനൊപ്പം നിൽക്കുക. ആ കളിയുടെ ശാസ്ത്രം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ള ഉപാധിയായി വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ആ ടീം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്സ് ചിലപ്പോൾ ആ ടീമിനെ പിന്തുണയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. എല്ലാവരും കളിക്കുന്ന ഫുട്ബോളല്ലേ. എല്ലാ ടീമുകളും ക്വാളിഫയർ കടന്നു വന്നിട്ടുള്ള മോശമല്ലാത്ത ടീമുകളാണ്. അതിലേത് ടീമിനെ നമുക്ക് ചൂസ് ചെയ്യാം. അതിന് നമുക്ക് ഇഷ്ടമുള്ള റീസൺ നമുക്ക് മുമ്പിൽ വെക്കാം. ഇപ്പോൾ ആളുകൾ സ്പെയിനിനെ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഒരുപാട് പേര് സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ ഇന്നലെ നടി റിമാക്ക് അല്ലെങ്കിൽ നമ്മുടെ ടി വിയിൽ വന്നിട്ട് പറഞ്ഞു അവർ അർജന്റീന ഫാനാണ്, മെസ്സി ഫാനാണ്, പക്ഷേ സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ മെസ്സി ഹേറ്റർ അല്ല, മെസ്സിയോട് അവർക്കൊരു ഹേറ്റും ഇല്ല, അവർക്ക് അർജന്റീനയോട് ഹേറ്റ് ഇല്ല, പക്ഷേ അവർ സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പൊളിറ്റിക്സ് ഉള്ളവർ. കാരണം എന്താണ്? ലോകത്ത് മനുഷ്യരുടെ മഹാദുരിതവും മനുഷ്യാവകാശവും, മനുഷ്യൻ്റെ തുല്യത, മനുഷ്യൻ്റെ യാതന, ഈ പറഞ്ഞ പോയിന്റുകൾക്ക് മേലെയല്ല ഒരു കളിയുടെ നിയമം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു ലോകം മുഴുവൻ, ഒരു വശം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്ത് മനോഹരമായി കളി ആസ്വദിക്കുക എന്നുള്ളതിനകത്ത് ഒരു നൈതിക പ്രശ്നമുണ്ട്. അതുമായിട്ട് മനുഷ്യർ ബന്ധിപ്പിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല. അതുകൊണ്ട് സ്പെയിൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, സ്പെയിൻ ആഗോള പ്രതിസന്ധികളിലും വംശഹത്യകളിലും ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സ് സമീപനം, അതിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഫലസ്തീൻ ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങൾ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നൊരു രാജ്യം പറയുന്നു. നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധക്കുറ്റമാണ് എന്ന് പറയുന്നു. ICCയിൽ ദക്ഷിണാഫ്രിക്ക കൊടുക്കുന്ന കേസിൽ കക്ഷി ചേരാൻ പോകുന്നു. ഇതൊന്നും ഒരു ചെറിയ ആക്റ്റല്ല. കാരണം 10-80,000 കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു കളഞ്ഞിട്ടുള്ള ഒരു വലിയ പരിപാടി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സ്റ്റിൽ അതിനെതിരെ സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു സ്റ്റേറ്റ് രംഗത്ത് വരുന്നു. അവർ ഉറക്കെ സംസാരിക്കുന്നു. യൂറോപ്പിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി സംസാരിക്കുകയാണ്. അത് ചെറിയ കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തോട് എനിക്കൊന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. എങ്ങനെ പറ്റും? എനിക്ക് ആ രാജ്യത്തോടൊന്ന് താങ്ക് ചെയ്യണം. എനിക്ക് തോന്നുകയാണ് ഞാൻ മനുഷ്യാവകാശത്തിന് ഭയങ്കരമായി വാല്യൂ ചെയ്യുന്ന, വംശഹത്യ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തോന്നുന്ന. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അയർലൻഡ് യൂറോപ്പിൽ പരമ്പരാഗതമായി ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അയർലൻഡിനോളം ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത വേറൊരു രാജ്യമില്ല. ഇപ്പോഴും എന്നും എല്ലാ കാലത്തും ഇസ്രായേൽ രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഏതെങ്കിലും ഐറിഷ് സ്പോർട്സിനെ, അയർലൻഡിൻ്റെ ടീമിനെ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നിൽ അവർ ഫലസ്തീൻ അനുകൂലികളാണെന്നൊരു ന്യായം കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ടെന്ന് കേരളത്തിൽ ഇപ്പുറത്തൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അർജന്റീന എവിടെയായാലും തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്, അർജന്റീന തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബ്രസീൽ ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ജർമ്മനി ഫാൻസ് ഉണ്ട്. തോറ്റുപോയതിനു ശേഷം ഒരു മുന്നണിയായി രൂപപ്പെട്ട ആൾക്കാരുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്ങനെയും തോൽക്കണം. അതല്ലാതെയും രാഷ്ട്രീയമായി അതിനെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ഇമോഷണലി സ്പെയിനിനെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കുറച്ച് കാണാൻ പാടുന്നതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരില്ലേ, അവർ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. മറ്റതും ഉണ്ടാവും. മറ്റവരെല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും സ്പെയിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് മറ്റേ കാരണങ്ങളാണെന്നും പറയുന്നില്ല. അർജന്റീന തോക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് അർജന്റീന ഇഷ്ടമല്ല, മെസ്സിയെ ഇഷ്ടമല്ല എന്ന് തുറന്നു പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. ഒരു തരത്തിലുള്ള പ്രച്ഛന്ന വേഷവും ഇല്ലാതെ ഞങ്ങൾക്ക് അർജന്റീന വിരോധം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെയും കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും സ്പെയിനിൻ്റെ പൊളിറ്റിക്സ് ഒരു കാരണമായി എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് സ്പെയിനിൻ്റെ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതിനോടൊരു നന്ദി പറയണം. നിങ്ങൾക്ക് അവിടെ പോയി വോട്ട് ചെയ്യാനൊന്നും പറ്റിയല്ല. എനിക്ക് നിങ്ങൾക്ക് സ്പെയിനിലുള്ള ആരെങ്കിലും നേരിട്ട് പരിചയം പോലുമില്ല, ഒരു സ്പാനിഷ് അറിയാമോ? ഇല്ല. അപ്പോൾ ഒരു വേൾഡ് കപ്പ് നടക്കുന്നു, ആ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നത് പോലെ തെറ്റാണോ? ഞാൻ അങ്ങനെയാണ് അതിന് എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അവരോട് എൻ്റെ കമൻറ്റ് പാസ്സാക്കുന്നത്. നിങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നു. ഒരു വിശ്വ പോരാട്ട വേദിയിൽ നിങ്ങൾ ജയിക്കട്ടെ, നിങ്ങൾക്ക് പിന്തുണ. കാരണം നിങ്ങളൊരു ആഗോള പ്രശ്നത്തിൽ ഒരു പൊസിഷൻ എടുത്ത അപൂർവ രാജ്യങ്ങളൊന്നാണ്. ഒരു ആഗോള കായിക മാമാങ്ക വേദിയിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കും. എന്ത് കുഴപ്പം എന്താണ്? അതിനകത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ഇപ്പം നോക്കൂ, ലോകത്തെല്ലാം നേരത്തെ അജിംസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, പൊളിറ്റിക്സിൽ നിന്ന് ഒരിക്കലും വിമുക്തമല്ല ഈ കായിക മാമാങ്ക വേദികൾ. ഇപ്പം ബീജിംഗ് ഒളിമ്പിക്സ് നമ്മുടെ ഒളിമ്പിക്സിന് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വിപുലമായ ഒളിമ്പിക്സാണ്. അവിടെ ടിബറ്റിൻ്റെ പ്രശ്നം ഉന്നയിച്ച് ലോകവ്യാപകമായി ആ ഒളിമ്പിക്സിൻ്റെ കാലത്ത് ചൈനീസ് എംബസികളുടെ മുമ്പിൽ പ്രകടനം നടന്നില്ലേ? ആ സമയം അതിൽ തിരഞ്ഞെടുത്ത ഒന്നാണ്. 1968 മെക്സിക്കോ ഒളിമ്പിക്സിലല്ലേ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ബ്ലാക്ക് പവർ സല്യൂട്ട് കാണുന്നിട്ടുള്ളത്. ജെസ്സി ഓവൻസിൻ്റെ കഥ എന്താണ് നമ്മളിങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ ഈ പറഞ്ഞ ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തൈഡ് ഭരണകൂടത്തെ എല്ലാ പ്രധാനപ്പെട്ട കായിക മാമാങ്കങ്ങളിൽ നിന്ന് മാറ്റിയെടുത്താൻ തീരുമാനിച്ചില്ല. അതൊരു അക്രമ ഭരണകൂടമാണ്, അത് ഈ പരിപാടിക്ക് വേണ്ടാന്ന് അന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചില്ല. എന്ത് അപ്പാർത്തൈഡ് ഭരണകൂടമായാലും എന്താ, ആ കളിയല്ലേ, അവരും വന്ന് കളിക്കട്ടെ എന്ന് തീരുമാനിച്ചില്ലല്ലോ. ചില കാര്യങ്ങൾക്ക് ആ മാറ്റി നിർത്തൽ, ആ ബഹിഷ്കരണം അവിടുത്തെ അപ്പാർത്തൈഡ് ഭരണകൂട വിരുദ്ധ രാഷ്ട്രീയത്തെ വലിയ തോതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യമാണ്. ലോകത്തെല്ലായിടത്തും ഈ കളിക്കാർ തന്നെയും പലതരത്തിലുള്ള ജസ്റ്റേഴ്സും കൂടി ഉയർത്തിയപ്പോൾ എന്തിനാണ്? അതിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്ത് പലയിടത്തായി പലപ്പോഴായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ ഇപ്പോൾ ഒരു കളിക്കാരൻ വന്നിട്ട് ഒരു പൊളിറ്റിക്സ് ഉറക്കെ പറഞ്ഞാൽ അതിന് കിട്ടുന്ന അയാൾക്ക് ഉണ്ടാക്കുമെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയുണ്ട്. ഇപ്പോൾ മംതാനി അയാൾ പറഞ്ഞ രാഷ്ട്രീയത്തിന് എന്തുമാത്രം സ്വീകാര്യത കിട്ടി. അപ്പോൾ കളിക്കാർ രാഷ്ട്രീയം പറയുക. ഇപ്പോൾ കഴിഞ്ഞ ഖത്തർ ഒളിമ്പിക്സിലല്ലേ ഇറാനിലെ കളിക്കാർ അവരുടെ ദേശീയഗാനം പാടാൻ തയ്യാറായില്ല. ഖത്തർ വേൾഡ് കപ്പിലാണ് ദേശീയഗാനം പാടാൻ തയ്യാറായില്ല. എന്താ കാരണം? ഇറാനിൽ നടക്കുന്ന ഭരണകൂടത്തിൻ്റെ അത്യാചാരങ്ങളോട്, അതിക്രമങ്ങളോട് യോജിപ്പില്ല, അവരോട് പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിയാണ്. അപ്പോൾ അത് ലോകത്ത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് രാഷ്ട്രീയ വിമുക്തമാണ് ഇവയെല്ലാം. നിങ്ങൾ കളി ഓഫ് സൈഡ് ഉണ്ടെങ്കിൽ റെഡ് കാർഡ്, യെല്ലോ കാർഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ കളി നിയമങ്ങളും മാത്രം, അതിനപ്പുറത്ത് അതിന് മാനസിക പ്രശ്നങ്ങളുമായി ബന്ധമില്ല എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് കളിയായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർ കളിയായി മാത്രം കാണട്ടെ. കളിക്കകത്ത് രാഷ്ട്രീയം ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ രാഷ്ട്രീയം ചേർക്കട്ടെ. കളിക്കകത്ത് ഭൂഖണ്ഡ താല്പര്യങ്ങളുള്ളവർ ഭൂഖണ്ഡ താല്പര്യങ്ങൾ ചേർക്കട്ടെ. അതിനൊന്നും എന്താ പ്രശ്നം? കളിയെ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പാരാമീറ്ററിലൂടെയും ഇഷ്ടമുള്ള വിൻഡോയിലൂടെയും കാണാൻ കഴിയണം. അല്ലാതെ കളിയിൽ രാഷ്ട്രീയമേ പാടില്ല എന്ന് പറയുന്നത് ഒരു വേണ്ടാത്ത വാദമാണെന്ന്, ഒരു കവിഞ്ഞ വാദമാണെന്ന് ഞാൻ പറയാം. കളിയിൽ രാഷ്ട്രീയമുണ്ട്. ഇപ്പം ഹിറ്റ്ലർ എന്തിനാണ് ഒളിമ്പിക്സ് നടത്തുന്നത്? ഹിറ്റ്ലർ ആര്യൻ വംശത്തിൻ്റെ ഏറ്റവും വലിയ സുപ്രീമസി ഷോക്കേസ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിയാണ്. അവിടെയാണ് ഈ ജെസ്സി ഓവൻസിൻ്റെ കാര്യം പറഞ്ഞത്. ലോകത്ത് ഇത്തരം പല മാമാങ്കങ്ങളും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നടത്തിയിട്ടുള്ളത് പോലും അവരുടെ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ടാണ്. അതിനെല്ലാം നിന്നു കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണിത്. അവിടെ എല്ലാം പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലോകരാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ നടപ്പു ചരിത്രത്തിൽ കളികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. അവ കൂടി നിർവഹിച്ചിട്ടുള്ള അധ്യായങ്ങളെ മറികടന്നിട്ടാണ് കളിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും മാനവരാശിയുടെയും ചരിത്രം ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വിച്ഛേദിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് ഇത് ചേർക്കല്ലേ എന്ന് പറഞ്ഞ യുക്തിയില്ല. അത് ചേർക്കാൻ തോന്നുന്നവർ ചേർത്തോട്ടെ. അത് ഹെയ്റ്റ് ആവരുത്, വിദ്വേഷമാവരുത്. അതിനപ്പുറം നിങ്ങളുടെ ഹെൽത്തി പൊളിറ്റിക്സ് നിങ്ങൾക്ക് എവിടെയൊക്കെ ചേർത്താൻ പറ്റുമോ അവിടെയൊക്കെ ചേർത്തോളൂ എന്നാണ് ഞാൻ പറയാം.